नमः परमर्षिभ्यः। हरिः ओम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्या जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तं विद्राविताशेषतमो गणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महांस्तत्त्वमसीति बोधम् ममाद्य देवो वटमूलवासी कृपाविशेषात्कृतसन्निधानः ओंकाररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकम् अहं बुद्धिर्न तस्यास्त्यतु नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत्यखिल शक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। सहनाववतु सहनो भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितप्रज्ञानघनप्रत्यगर्थो ब्रह्मैवाहमस्मि। ഇന്നലെ രണ്ടാമത്തെ അധ്യായത്തിലെ വിഷയം പറഞ്ഞു വരികയാണ്. മനസ്സ് ഇന്ദ്രിയങ്ങൾ വഴി പുറത്തുപോയി പുറത്തുള്ള ആഗ്രഹങ്ങളെ തെരഞ്ഞു പിടിക്കാനുള്ള ഈ ഓട്ടം അങ്ങനെ പോകുന്നിടത്തൊക്കെ
മൃത്യോഹോ യന്തി വിതതസ്യ പാശം. മൃത്യുവിൻ്റെ ബന്ധനം അവിടെയൊക്കെ ഉണ്ട്. മൃത്യു എന്നുള്ളതിന് അർത്ഥവും പറഞ്ഞു. ഔപനിഷദമായ ഭാഷയിൽ ദുഃഖത്തിനെ, വിഷമത്തിനെ, വിഷാദത്തിനെ, പരിച്ഛേദം, പരിമിതി, ലിമിറ്റേഷൻ, ഇതിനെയൊക്കെ മൃത്യു എന്ന് വിളിച്ചു. ഒറ്റ പേര്. ശോകം, ഇതൊക്കെ മൃത്യുവാണ്. വ്യാധി. അതുകൊണ്ട് വിവേകികളായിട്ടുള്ളവർ അമൃതത്വം വിദിത്വ. എന്താണ് അമൃതത്വം? പ്രത്യേകാത്മസ്വരൂപ അവസ്ഥാന ലക്ഷണം അമൃതത്വം ധ്രുവം വിദിത്വ. തൻ്റെ ആത്മസ്വരൂപത്തിൽ ഉള്ള നിഷ്ഠയാണ് അമൃതത്വം. പ്രത്യേകാത്മസ്വരൂപ അവസ്ഥാന ലക്ഷണം അമൃതത്വം ധ്രുവം വിദിത്വ. തൻ്റെ വാസ്തവമായ സ്വരൂപത്തിലുള്ള അബൈഡൻസ്, നിഷ്ഠ. അധ്രുവേഷു പദാർത്ഥേഷു അനിത്യേഷു നിർധാര്യം ബ്രാഹ്മണ ഇഹ സംസാരേ അനർത്ഥപ്രായേന പ്രാർത്ഥയന്തേ കിഞ്ചിദപി. അനിത്യമായ വസ്തുക്കൾ, ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളെ പെട്ടെന്ന് കണ്ട് അറിയുന്നു വിവേകികൾ. നിത്യമായത് ആത്മദർശനം മാത്രമാണ്. ആത്മസ്വരൂപനിഷ്ഠയാണ് എനിക്ക് വേണ്ടത്. ഇതിനെ ആത്മസാക്ഷാത്കാരം എന്ന് പറയാം, ഭഗവത് പ്രാപ്തി എന്ന് പറയാം, നിർവാണം എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറഞ്ഞു. എൽ ലബ്ധ്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാനി അശേഷേണ ദ്രക്ഷ്യസി ആത്മനി അഥോ മയി. ഇതാണ് ഭഗവാൻ ഗീതയിൽ അതിന് പറഞ്ഞ ലക്ഷണം. യത് ലബ്ധ്വ, യാതൊന്ന് കിട്ടിയിട്ട് വീണ്ടും മോഹിച്ചു പോവുകയില്ലോ. ഏതൊന്നുകൊണ്ട് സർവഭൂതങ്ങളെയും ആത്മനി ദ്രക്ഷ്യസി, തൻ്റെ സ്വരൂപത്തിൽ ദർശിക്കുവോ. ആത്മനി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ ജീവനാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മയി എന്ന് വെച്ചാൽ അഖണ്ഡ സച്ചിദാനന്ദമായ വസ്തുവിൽ, ഭഗവത് സ്വരൂപത്തിൽ എന്ന് പറയാം. അത് നിത്യമായ സാക്ഷാത്കാര സ്ഥിതിയെ പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ചാൽ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ബാക്കിയൊക്കെ ഒഴിഞ്ഞു വയ്ക്കുന്നു. പുത്രവിത്തലോകേഷണാഭ്യോ വ്യുത്തിഷ്ഠന്തെ ഇത്യേവ അർത്ഥഃ എന്ന് വെച്ചാൽ ഏഷണ എന്ന് പറയും. നമ്മളെ വ്യാകുലമാക്കുന്ന വിഷയങ്ങളെയാണ് ഏഷണ എന്നിവിടെ പറഞ്ഞു. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഏഷണ വ്യുത്ഥാനലക്ഷണം പാണ്ഡിത്യം, പാരിവ്രജ്യം. ഈ മൂന്നും, പുത്രേഷണ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഏറ്റവും അധികം
അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവരവരുടെ മക്കളോടാണ്. അതിനെ തന്നെ മറ്റൊരു വിധത്തിൽ ധാരേഷണ എന്നും പറയും. പത്നി, കുടുംബം. അതേപോലെ ലോകേഷണ, ലോകത്തിനോടുള്ള വാസന, സാമൂഹികമായ ലൗകികമായ ചിന്ത. പല വിധത്തിൽ അത് വരും. വിത്തേഷണ, പണം. എന്നുവെച്ചാൽ ഇതൊക്കെ നമുക്ക് ലോകത്തിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ, കുടുംബത്തിനെക്കുറിച്ച് നോക്കണ്ടേ, പണം വേണ്ടേ, ഇങ്ങനെയൊക്കെ കുതർക്കം ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളുടെ അധ്യാത്മജീവിതം നശിച്ചു പോവുകയാണെങ്കിലാണ് പ്രശ്നം. കാരണം ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന സാധനങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളൂ. വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കും നമ്മൾ? ഇതൊക്കെ ചിന്തിക്കുള്ളൂ. വളരെ എളുപ്പത്തിലൊക്കെ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കോ? ഒന്നുമില്ല. നമ്മളുടെ കുടുംബം, നമ്മളുടെ കാര്യങ്ങൾ, അത് ചിന്ത വരും. അതാണ് ഏഷണ എന്ന് പറഞ്ഞത്. സ്വാമി ഇതൊക്കെ ശങ്കരാചാര്യർക്ക് പറയാം. അദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല, നമ്മളുടെ കാര്യം ബുദ്ധിമുട്ടല്ലേ എന്ന് ശങ്കരാചാര്യർക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാണ് എവിടെയാണ് പെട്ടുകിടക്കണത് എന്ന്. അപ്പോൾ അതിനകത്ത് ഇരിക്കുമ്പോൾ അതിനൊന്നും ഉപേക്ഷിക്കുകയൊന്നും വേണ്ട. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. നോക്കൂ, ഇതൊന്നും സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നു അല്ലേ? ആര് കുട്ടിക്കാലത്തെ സന്യാസിയായിട്ട് പോയോ അവർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. കാരണം അവർക്കിതൊന്നും ഇല്ലല്ലോ. രോഗമുള്ള ആൾക്കല്ലേ പറയണ്ടു ഈ രോഗമൊക്കെ ഉണ്ട്, ഇതിനൊക്കെ മരുന്ന് കഴിക്കും, ഇതിലൊക്കെ ജാഗ്രതയായിരിക്കുമെന്ന്. രോഗമേ വരാത്ത ആൾക്ക് എന്തിനാ പോകും? അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊന്നും അദ്ദേഹത്തിന് വേണ്ടി പറയണതല്ല, നമുക്ക് വേണ്ടി പറയണതാണെന്ന് വെച്ചോടാ. അപ്പം ഇതൊക്കെ ജാഗ്രത എന്ന് പറഞ്ഞു ഉപനിഷത്ത്. അത്രയേ ഉള്ളൂ, ജാഗ്രത. ബി അലേർട്ട്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ പിടിച്ച് മുക്കിക്കളയും. ബുദ്ധനും ഒക്കെ തന്നെ ഒരുപാട് തപസ് ചെയ്ത് രോഗത്തിൻ്റെ മൂലം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഇതാണ്. ഇതൊക്കെയാണ് പ്രശ്നം. ലോകേഷണ, ലോകത്തിനെ കുറിച്ചുള്ള ചിന്തകൾ. അത് വിവിധ തരത്തിൽ. ലോകത്തിൽ നല്ല പേര് വാങ്ങണം, നമ്മളെക്കുറിച്ച് എല്ലാവരും അങ്ങനെ പറയണം ഇങ്ങനെ പറയണം. അതൊരിക്കലും നടക്കില്ല. ഈ എന്താ പറയുക, മീഡിയ ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. അവരെടുത്തൊന്ന് കൊടുത്താൽ മതി. അവരിങ്ങനെ പെരുപ്പിച്ച് വലുതാക്കി ബലൂണ് നല്ലവണ്ണം വെറുക്കുമ്പോൾ ഒരു ഊശി കൊണ്ടൊന്ന് കുത്തും. ആ പൊട്ടണതാണ് അവർക്ക് നല്ല മാർക്കറ്റ്. അപ്പോൾ അവർ തന്നെ ഊതി കാറ്റ് കയറ്റിയിട്ട് അവസാനം അതിൽ ഊശി കൊണ്ട് കുത്തും. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ലോകവാസന എന്ന് പറയണത്. ലോകവാസനയിൽ പെട്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലേ? ലോകം ഉണ്ടെന്ന് ധരിച്ച് അവിടെ നമുക്ക് അങ്ങനെ ചെയ്യണം, ചിലപ്പോൾ കരുണയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിനെ മാറ്റിമറിക്കണം, നന്നാക്കണം, അതിൻ്റെ പട്ടികയും കഴിക്കോലും ഒക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അധ്യാത്മമായിട്ട് വന്ന ആളുകളുടെ ജീവിതം തന്നെ തകരാറാവും. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാൽ എൻ്റെ കാര്യം ബുദ്ധിമുട്ടാവും. ചില ആളുകളൊക്കെ വന്ന് പറയും, സ്വാമിയുടെ ഇത് മാത്രമാണ് ഞങ്ങൾക്ക് എന്ന് പറയും. എന്നിട്ട് പകുതി കേട്ടിട്ട് പോകും. സ്വതന്ത്രരാണ് നിങ്ങൾ, ഞാനാണ് ബന്ധത്തിൽ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് കേൾക്കാം, എപ്പോൾ വേണമെങ്കിൽ എണീറ്റ് പോവാം. അപ്പോൾ ചിലവന്ന് പറയും, അയ്യോ വലിയ ദുഃഖമാണ്, വലിയ വിഷമാണെന്നൊക്കെ പറയും ചിലർ. അപ്പോൾ നമ്മളിത് വിശ്വസിച്ച് അവർക്ക് അരമണിക്കൂർ ഉപദേശമൊക്കെ ചെയ്താലുണ്ടല്ലോ, ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് ചെയ്യണത്.
ചെയ്താലുണ്ടല്ലോ അതൊന്നും കേൾക്കുകയില്ലേ അവർ, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ്, ഇനി നിങ്ങൾ പറഞ്ഞോളാം എന്നാണ്. പല ആളുകളെയും ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ 10 വർഷം മുമ്പ് അവർ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. കാരണം ആ ചോദ്യം അവർ റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഉത്തരം അവർക്ക് വേണ്ട, അവർക്ക് ചോദ്യം. അപ്പോൾ ഇത് ലോകത്തിനെ നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ല. നന്നാവാൻ അവനവൻ തീരുമാനിച്ച ആളുകളെ തിരികെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അത്രയും. ഇങ്ങോട്ട് വരണം തീരുമാനിച്ചാൽ വഴി കാണിച്ചു കൊടുക്കാം. വെറുതെയാണ് ചോദിക്കണതെങ്കിലേ YNP ട്രസ്റ്റിൽ സത്സംഗം നടക്കുന്നുണ്ട്, എവിടെയാ YNP ട്രസ്റ്റ്, ഇങ്ങനെ പോയിക്കോളൂ. ആ ശരി, ഇതൊന്നും അങ്ങോട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ വരാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ പിന്നെ എന്ത് പറയും? വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വഴി കാണിച്ചാൽ പ്രയോജനമുണ്ട്, ഇല്ലെങ്കിൽ പ്രയോജനമല്ലേ. അപ്പോൾ ലോകേഷണ, മനസ്സിന് സമാധാനമൊന്നും തരില്ല. ലോകത്തിനെ നന്നാക്കുകയോ മാറ്റിമറിക്കുകയോ ഒരാളെയും നമുക്ക് നമ്മളെ തന്നെ ഒന്നും ഉരുപ്പടിയാക്കാൻ പറ്റണില്ല. എന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കാര്യമാണ് 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിട്ട് 40 വർഷമായി. പറ്റണ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ആളുകളുടെ കാര്യം. സ്വന്തം കാര്യം ഒന്ന് ചെറിയ ചെറിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കണില്ല. എന്നിട്ടാണ് അവർ പറഞ്ഞാൽ കേൾക്കണില്ല, ഇവർ പറഞ്ഞാൽ കേൾക്കണില്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലേ. എന്നിട്ടാണ് അപ്പോൾ നമ്മൾ ലോകത്തിനൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആര് നിയമങ്ങളനുസരിക്കും? അപ്പോൾ ഈ ലോകം എന്ന് ധരിച്ച് മനസ്സതിൽ വിട്ടാൽ സമാധാനം ഉണ്ടാവില്ല. ലോകവാസന സമാധാനത്തിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ വിത്തേഷണ, പണം എത്ര കിട്ടിയാലും പോരാ. പ്രത്യേകിച്ച് ഈശ്വരനെയും പണത്തിനെയും ഒരേ സ്ഥലത്ത് വെച്ചാൽ സമാധാനം ഉണ്ടാവില്ല. ഈ പണം വേണ്ടേ? പണമൊക്കെ വേണം, ജീവിക്കാൻ എല്ലാവർക്കും പണം വേണം. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പണം കൊണ്ടൊക്കെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പണമേ ഉപയോഗിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും പണം ചിലവാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ. അതാണല്ലോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കണം. ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ അങ്ങോട്ടൊന്ന് കൊടുത്ത് ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ച് അങ്ങനെ ആവും. അങ്ങനെയല്ലല്ലോ. അപ്പം അത് സിസ്റ്റമാണ്, അത് ഉപയോഗിക്കണം. പക്ഷേ അതിലൊരു മോഹം, ഒരു ഭ്രമം, എത്ര കിട്ടിയാലും പോരാ, എത്ര കോടി കിട്ടിയാലും സമാധാനമാവില്ല. പണ്ട് പൂന്താനം പറഞ്ഞ പോലെ 10 കിട്ടിയാൽ 100 കിട്ടിയാൽ 1000 ഇങ്ങനെ പോകും മനസ്സ്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തണം. അല്ലെങ്കിൽ മനസ്സിൽ ശാന്തിയേ ഉണ്ടാവില്ല. വലിയ വലിയ പണക്കാർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് എത്ര പണമുണ്ടോ അതിനനുസരിച്ച് കടം, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ. 70 വയസ്സും 75 വയസ്സൊക്കെ ആയിട്ട് നിർത്തണില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ശരി, ഇതൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ സുഖമായിട്ട് യാതൊരു പ്രശ്നമില്ലേ ആ അവസ്ഥയിൽ ഇനി അങ്ങോട്ട് നിർത്തിയിട്ട് ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. ഒരു മഹാത്മാവ് പറഞ്ഞു, റിട്ടയറായി അദ്ദേഹം, വലിയ ഓഫീസിലൊക്കെ ഇരുന്ന് റിട്ടയറായി, റെയിൽവേസിലിരുന്ന്, വലിയ തപസ്വി, മഹാതപസ്വിയായിരുന്നു. അപ്പം അദ്ദേഹം റിട്ടയറായ ശേഷം എല്ലാവരും പറഞ്ഞു, നല്ല ടെക്നിക്കൽ സൈഡിൽ അറിയുന്ന ആളാണ്, ഞങ്ങൾക്ക് വന്ന് കുറച്ച് ചെയ്തു തരൂ, നിറച്ച് ചെയ്തു തരൂ, ഇനിയിപ്പോൾ ഇത്ര കാലം സമ്പാദിച്ചതിനേക്കാളും സമ്പാദിക്കാമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നൗ ഐ ആം നോട്ട് ആഫ്റ്റർ ക്യാഷ്, ഐ ആം ആഫ്റ്റർ ആഷ്. ഇനിയിപ്പോൾ ചാരത്തിൻ്റെ പുറകിൽ, ഭസ്മത്തിൻ്റെ പുറകിലാണെന്നാണ്. ഇതിൻ്റെ പുറകിലൊന്നും ഈ പരിപാടിക്കൊന്നും നമ്മളില്ലേ ഇല്ല. എന്ത് വേണം? ഉണ്ണാനുള്ളത് വേണം, ഉറങ്ങാനുള്ളത് വേണം അല്ലേ? അതൊക്കെ ആയിക്കഴിഞ്ഞുവെങ്കിൽ ശരി, ലൗകികരാണ്, സാധാരണ മനുഷ്യരാണ്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതൊന്നും അല്ലേ. നോക്കൂ, നമുക്ക് നീട്ടിവെക്കാം. ഭാഗവതം പറയണ പോലെ ഒന്നും വേണ്ട. ഭാഗവതം പറഞ്ഞു, യാവത് ഭ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനം. വയറ് നിറയ്ക്കാൻ എത്ര വേണോ അത്രേ വേണ്ടൂ എന്നാണ്. പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ കണക്ക് വെച്ചും ഒരു കുടുംബവും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതും അങ്ങനെയൊന്നും കണക്കാക്കണ്ട.
പക്ഷേ നമുക്ക് തന്നെ ചിന്തിച്ചാൽ കാണാം, അതൊന്നുമല്ല, ധാരാളമുണ്ട്. ഈ ജന്മം കഴിഞ്ഞു പോകാനുള്ളതുണ്ട്. ശരി, അപ്പം ഇനിയിപ്പോൾ എന്തിനാ ബുദ്ധിമുട്ടണം? ഇനിയിപ്പോൾ വേറെ ഒരു യാത്രയുണ്ടല്ലോ. ഭഗവാൻ അനുകൂലമൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഭഗവത് സ്മരണ ചെയ്യാം, ആത്മധ്യാനം ചെയ്യാം, നല്ല പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വായിക്കാം, ആവുന്ന വിധത്തിൽ സാധന ചെയ്യാം എന്നാണ്. അല്ലെങ്കിൽ തൊലഞ്ഞു പോകും. നരകേ ഗതി, അന്യഥാ നരകേ ഗതി, നരകത്തിൽ വീണു പോകുമെന്ന് പറഞ്ഞു ശാസ്ത്രം. തസ്മാത് അനർത്ഥം അർത്ഥാക്യം ശ്രേയോർത്ഥി ദൂരതസ്ത്യജേത്. ഇതിന് പുറകിലുള്ള ഈ ഓട്ടം ഉണ്ടല്ലോ, ഇത് വേണം 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 എന്നുള്ളത്, അത് നോക്കൂ, പ്രാരബ്ധം കൊണ്ട് നമുക്കിത് വരാനുണ്ടെങ്കിൽ വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ പണക്കാരാവാം, പ്രാരബ്ധം അവരുടെ നിയതിയാണ്, അവർക്ക് വരും. ചിലർക്കുണ്ട്, ചില സമയത്ത് കടം വരും, നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ മനസ്സിനെ അതിനെ കൊണ്ടുപോയി ഇട്ടാൽ സമാധാനമില്ല. അംബരീഷനുണ്ടായിരുന്നു, നല്ല ധനവാനായിരുന്നു, പക്ഷെ നിസ്സംഗനായിരുന്നു. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, നിസ്സംഗരാണ് അവർ. അവരറിഞ്ഞ് അവർക്ക് വേണ്ട സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ട്, അവർ സുഖമായിട്ട് ഭഗവത് ധ്യാനം ചെയ്ത് അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ആർക്ക് സഹായിക്കണോ സഹായിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കും. അതുകൊണ്ട് പണത്തിനെ വെറുക്കുകയോ അതിനെ മാറ്റിവെക്കുകയോ അതൊന്നുമല്ല പറയണേ. പക്ഷെ അതിനു വേണ്ടി എത്ര വയസ്സായാലും അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് ഏഷണ എന്ന് പറഞ്ഞത്. മനസ്സുകൊണ്ട് ഇതിനെ ചിന്തിച്ചുകൊണ്ട് ഇതിനൊക്കെ കണക്കും കൂട്ടി അതിൽ മനസ്സിനെ വിട്ട അതിന് ഏഷണ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 കാരണവും മനസ്സ് സ്വസ്ഥമാവില്ല. ഇത്തരത്തിലുള്ള വിഷമങ്ങളാണ് ആളുകൾക്ക്. ചിലർക്ക് കുടുംബത്തിനെക്കുറിച്ച് വിഷമം, ചിലർക്ക് പണത്തിനെക്കുറിച്ച് വിഷമം, ചിലർക്ക് ലോകത്തിനെക്കുറിച്ച് വിധവിധമായിട്ടുള്ള വിഷമം. ഈ 3 കാറ്റഗറിയിൽ ഇട്ടു. ഈ 3 കാരണം മനസ്സ് സ്വസ്ഥമാവില്ല. ഈ 3-ൽ നിന്നും ഒരാൾ ഫ്രീ ആവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ കുടുംബത്തിൻ്റെ വിഷയത്തിൽ അയാൾ നിസ്സംഗനാണെങ്കിൽ, പണത്തിൻ്റെ വിഷയത്തിൽ എത്ര വേണോ അത്രയും മതി, അലംബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടണത് എല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭഗവത്പാദർ പറഞ്ഞു, നീ ചെയ്യുന്ന കർമ്മം കൊണ്ട് കിട്ടുന്നത് അതുകൊണ്ട് സംതൃപ്തനായി സന്തോഷമായിട്ടിരിക്കും. ലോകം കുന്തമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ അർത്ഥമില്ലാത്ത ചില പ്രയോഗങ്ങളാണ് അതൊക്കെ, അല്ലേ? എന്താ ഇപ്പം കുന്തം അതിനെന്താ? അപ്പം അങ്ങനെ പറയും നമ്മൾ. അപ്പം അങ്ങനെ ലോകത്തിനെക്കുറിച്ച് യാതൊരു വിധത്തിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മനസ്സിനെ ഈശ്വരാഭിമുഖമായി തിരിച്ചു വിട്ടാൽ, എന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇനി എന്ത് വേണം? പ്രത്യേകാത്മധ്യാനം. പ്രത്യേകാത്മസ്വരൂപത്തിനെ എങ്ങനെ അറിയും? അതിന് ചില ക്ലൂവാണ് അടുത്ത മന്ത്രം പറയണത്. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻ സമൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത്. ഏതദ്വൈ തത്, ഇതാണ് അത് എന്നാണ്. ഏതത് ഇത്, തത് അത്. അതെന്താ? ആ ബ്രഹ്മം, ഉപനിഷത് വേദ്യമായ സത്യം ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആരുള്ളത് കൊണ്ടാണോ ഈ കണ്ണിലൂടെ രൂപം കാണുന്നത്. നോക്കൂ, ആത്മവിചാരത്തിന് ഒരു ക്ലൂ തരികയാണ് ശ്രുതി. ആരിതിനകത്തുള്ളത് കൊണ്ടാണോ, ഈ കണ്ണിലൂടെ ആരാണോ കാണുന്നത്. അതുപോലെ രസം വായിലിട്ട് കഴിഞ്ഞാൽ ആരാണോ രുചിക്കുന്നത്. ഗന്ധം, മണം ആരാണോ ഇതിനകത്തിരുന്ന് അറിയുന്നത്. ജഡശരീരം അറിയില്ലല്ലോ, അതിനും മൂക്കുണ്ട്, കണ്ണുണ്ട്, നാവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഏന് രൂപം രസം ഗന്ധം ശബ്ദാന്, ശബ്ദം, പല വിധത്തിലുള്ള ശബ്ദം ആര് കേൾക്കുന്നുവോ, സ്പർശിച്ച ആര് അറിയുന്നു. ജഡശരീരത്തിന്
തീ വെച്ചാലും അറിയണില്ല. സ്പർശാൻശ്ച മൈഥുനാന്, കാമാദി ഭോഗങ്ങളെ ആര് അനുഭവിക്കുന്നുവോ, ആരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലയോ. ആരാണോ ഇതിനകത്തിരുന്നു കൊണ്ട് ഈ ശരീരം കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും, കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് മുതലായ എല്ലാ ഇന്ദ്രിയങ്ങളെയും, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ, വാക്, പാണി, പാദ, പായു, ഉപസ്ഥം, ഇതൊക്കെ തന്നെ ആരുപയോഗിക്കുന്നുവോ, ആരൊന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ബാക്കിയില്ലയോ, എടുത്തു കൊണ്ടുപോയി കത്തിച്ച് കളയും. അതാണ് നചികേതസേ നീ അന്വേഷിക്കുന്ന ആത്മാ. അതിനെ അറിയാനാണ് തൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നത്. ഇതിനകത്തുള്ള, ഈ ശരീരത്തിനകത്തുള്ള ഈ ഞാൻ ആരാണ്? ഈ മന്ത്രമൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉള്ളിൽ പോയ മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ അഗ്രഹാരത്തിൽ ആരെങ്കിലുമൊക്കെ മരിക്കും, ശവം കൊണ്ടുപോകും, എല്ലാവരും കാണുമല്ലോ. അപ്പോഴൊക്കെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഈ മന്ത്രം തോന്നും ഇങ്ങനെ ഉള്ളിൽ. ഇന്നലെ കണ്ടുകൊണ്ടിരുന്നതാണ്, ഇന്നലെ വർത്തമാനം പറഞ്ഞു, ഇന്നലെ നടന്നു, ഇന്നലെ നമ്മളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ ആൾ ഇതവിടെ കിടക്കണു, ഇപ്പം അതിനകത്തൊന്നുമില്ല. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം. ഈ ശരീരത്തിനകത്ത് ആരോ ഒന്നുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ആ ശരീരത്തിനോട് ചോദിച്ചാൽ ഒന്നും പറയില്ല. ഇപ്പോൾ ഈ ശരീരത്തിനോട് ചോദിക്കണം. ജീവനോടെ ഇരിക്കുന്ന ശരീരത്തിനകത്ത് ആരാണ് ഉള്ളിലെന്ന് ചോദിക്കണം. മരിച്ചുപോയ ശരീരത്തിന് ഒന്നും പറയില്ല, കാരണം അത് കാലിയായി. ഏതൊന്നുണ്ടോ ഇതിനകത്ത്, ഏതൊന്ന് തൻ്റെ അസ്തിത്വത്തിനെ അനുഭവിക്കുന്നു, ഏതദ്വൈ തത്, ഇതാണ് അത്. യദ്വിദ്വാൻ വിജ്ഞാനാത് ന കിഞ്ചിത് അന്യത് പ്രാർത്ഥയന്തേ ബ്രാഹ്മണാഃ കഥം തദധിഗമഃ ഇതി ഉച്യത്തെ. ഏന വിജ്ഞാനസ്വഭാവേന ആത്മനാ രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൈഥുനാൻ മൈഥുനനിമിത്താൻ സുഖപ്രത്യയാൻ വിജാനാതി വിസ്പഷ്ടം ജാനാതി സർവോ ലോകഃ. ഭാഷ്യത്തിൻ്റെ സാരം മാത്രമേ എടുത്ത് പറയണുള്ളൂ. ഭാഷ്യമൊക്കെ വിസ്താരമായിട്ട് ഈ നിങ്ങൾ 40 ദിവസം മറ്റു പറഞ്ഞിട്ടുണ്ട് കഠോപനിഷത്ത്. നിങ്ങൾ നോക്കിയാൽ തമിഴാണെങ്കിലും മനസ്സിലാവും, മലയാളമുള്ളവർക്ക് മനസ്സിലാവും. വിസ്താരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്. ഏതൊന്നുള്ളത് കൊണ്ടാണോ ഈ ശരീരം വിഷയങ്ങളിൽ തത്തദ് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത്? യസ്യ സന്നിധി മാത്രേണ ദേഹേന്ദ്രിയ മനോധിയഃ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിത ഇവ. ഏതൊന്നിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രം, എൻലിവൻഡ് ബൈ ദാറ്റ് വിച്ച്, ഉള്ളിലിരുന്ന് ഏതോ ഒന്ന് ചോദനം ചെയ്യാണ്, പ്രചോദനം ചെയ്യാണ്. ചെയ്തിട്ടാണോ ഈ കണ്ണിലൂടെ കാണുകയും ചെവിയിലൂടെ കേൾക്കുകയും മൂക്കിലൂടെ പ്രാണൻ എത്ര ബിസിയാണ് നോക്കൂ അല്ലേ? ഉള്ളിലേക്ക് പോകുന്നു, ശരീരം മുഴുവൻ വ്യാപിക്കുന്നു, പുറത്തു വരുന്നു. ഉള്ളിൽ പോകുന്നു, ശരീരം മുഴുവൻ വ്യാപിക്കുന്നു, പുറത്തു വരുന്നു. എത്ര വലിയ പ്രാണായാമ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടിച്ച് കയറ്റിയാലും ഉള്ളിൽ പോവില്ല, പമ്പ് വെച്ച് അടിച്ചാലും പോവില്ല. വായുവാണ് പോണത്. ഇതിനെ ആര് വിളിക്കണു? അഥവാ വായു സ്വയം ഇൻ്റലിജൻ്റായിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നതാണോ?
ഉള്ളിൽ നിന്ന് ആരെങ്കിലും വിളിക്കണതാണോ, അല്ല ഉള്ളിലുള്ള ആളാൽ ആകർഷിക്കപ്പെട്ടിട്ട് അമ്പലത്തിലേക്ക് ഭക്തന്മാർ കയറിപ്പോയി പ്രദക്ഷിണം ചെയ്തിട്ട് വരണ പോലെ വരികയാണോ? ഒരു അമ്പലത്തിൽ പോയാൽ ഗണപതി മുതൽ ചണ്ഡികേശ്വരൻ വരെയുള്ള ദേവതകളെ ദർശിച്ചിട്ട് ശിവൻകോവിലിൽ നിന്ന് പുറത്തു വരണവരെ പോലെ, ഭക്തന്മാരെ പോലെ ഈ പ്രാണൻ ശ്വാസനാളത്തിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് ഒരുപാട് ദേവതകളുണ്ട് ഉള്ളിൽ. ഇവിടെ നിങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഹൃദയം, പിന്നെന്താ, ഉള്ളിലുള്ള ഓരോരോ അംഗങ്ങളും, വയറും ലിവറും, അതുപോലെ നേരെ പിന്നെ തലയിലും ബുദ്ധിയിലും എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് സകല ദേവതകളെയും തൊഴുത് തിരിച്ചു വരികയാണ്, തിരിച്ച് പുറത്തേക്ക് പോവാണ് അല്ലേ? അപ്പോൾ ഒന്നിലും ഉള്ളിലുള്ള ആൾ വിളിക്കണതായിരിക്കും. ഇപ്പം എനിക്കറിയില്ല, ഇപ്പോൾ സയൻസിൽ ഓരോന്ന് പറയേണ്ടതാണത്. ഒന്ന് ഉള്ളിലുള്ള ആൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ആൾ ഇൻ്റലിജൻ്റാണ്, ഈ വായു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ചോദ്യങ്ങളാണ്. ഉത്തരം പറയും, ഞാൻ മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം, അതെന്തൊരു കാര്യമാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഉള്ളിൽ വെക്കുക, ഉത്തരം വരട്ടെ ഉള്ളെന്ന്. പ്രാണദേവത അന്തര്യാമിയെ ആരാധിക്കുകയാണ്. ആ പ്രാണദേവത അന്തര്യാമിയെ ചെന്ന് ആരാധിച്ചു വരികയാണ് ഉള്ളിൽ അല്ലേ? അങ്ങനെ പ്രതിദിനം നടക്കുന്നു. ഏന പ്രാണ പ്രൈതി, അതേപോലെ കണ്ണിലൂടെ രൂപമായിട്ടും, ചെവിയിലൂടെ എന്തോ ഒരു നിയമം വരെ ഇതിനൊക്കെ ഓരോന്നിനും ഇല്ലേ? ഒക്കെ മനസ്സിലൊറ്റ ശക്തിയാണ്, കാണുക, കേൾക്കുക, മണക്കമൊക്കെ. ഇവിടെ വരുമ്പോൾ ഇത് കൂടെ കേട്ടൂടെ? സ്വാമി അത് പറ്റില്ല. ചില ജന്തുക്കളൊക്കെ ഉണ്ട്, കണ്ണ് കാണുമ്പോൾ ചെവി കേൾക്കില്ല, ചെവി കേൾക്കുമ്പോൾ കണ്ണ് കാണല്ലേ. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ നിയമമുണ്ട്. മൂക്കടച്ചു പിടിച്ചാൽ വായു കൂടെ ശ്വസിക്കും. ശരീരത്തിൽ ഓരോ കോശത്തിലൂടെയും ശ്വസിക്കും. അപ്പോൾ എല്ലാ വിഷയഭോഗങ്ങളും ഏതൊരു അന്തര്യാമി ദേവതയുടെ സാന്നിധ്യത്തിലാണോ നടക്കുന്നത്, ആ ദേവത അവിടെ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ ഈ ശരീരം അഭാവത്തിനെ നോക്കി പോവുകയാണ്, പിന്നെ ഒന്നുമില്ല. ഏതദ്വൈ തത്, അതാണ് നചികേതസ് നീ ചോദിക്കുന്ന ആത്മാ. കിം തദ്യത് നചികേതസാ പൃഷ്ടം ദേവതാദിഭിരപി വിചികിത്സിതം ധർമാദിഭ്യോ അന്യത് വിഷ്ണോഃ പരമം പദം യസ്മാത് പരം നാസ്തി തദ്വൈ ഏതത് അധിഗതം അധിഗതം ഇത്യർത്ഥഃ. യസ്യ ആത്മനഃ അവിജ്ഞേയം ന കിഞ്ചിത് പരിശിഷ്യത്തെ സ ആത്മാ സർവജ്ഞഃ. എല്ലാത്തിനെയും അറിയുന്നത് കൊണ്ട് ഇതിനെ അറിയാത്തതൊന്നുമില്ല. സർവജ്ഞ സർവവിദ് എന്നുള്ള ആ വസ്തു ചൈതന്യം, അതാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഈ മന്ത്രം കേട്ടു. ഇനി ഇത്
ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം. നമ്മളിലും മറ്റുള്ളവരിലും ഭൂതേഷു ഭൂതേഷു വിചിത്യധീരാഹ പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. ഓരോരോ പ്രാണികളിലും വിവേകപൂർവം നോക്കിയിട്ട്, പ്രത്യേകിച്ച് നമ്മൾക്ക് ആരോടാണോ കണക്ഷൻ ഉള്ളത് അവിടെയൊക്കെ തന്നെ വിചിത്യ വിവേചനം കൃത്വ, വിവിച്യ വിചാരം കൃത്വ, ഓരോരുത്തരുടെ ഉള്ളിലും ആ ഉള്ളിലുള്ള ആള് രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം എല്ലാത്തിനെയും അറിയുന്ന ചേതനയെ ഭഗവത് തത്വം എന്നറിഞ്ഞ് ഷാഡ്വർഗികം ജിഘ്രതി ഷഡ്ഗുണേശ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ഉള്ളിൽ വരുന്ന 6 വിഷയങ്ങളെയും ഭുജിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടെ സങ്കല്പവും. അങ്ങനെയുള്ള ആ ദേവതയെ പരമേശ്വര സ്വരൂപമായിട്ട് അറിഞ്ഞ് അങ്ങനെ വേണത്രേ സന്യസിക്കാം. പ്രേത്യാസ്മാല്ലോകാദമൃതാ ഭവന്തി. ഇതാണ് സന്യാസയോഗം. അല്ലാതെ ആരെയും ഉപേക്ഷിക്കലും വിടലും ഒന്നുമല്ല. ആരെയും ഒന്നും നമുക്ക് വിടാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല. അറ്റാച്ച്മെൻറ്റും വെറുത്തിട്ടൊന്നും വിട്ടാൽ ശരിയാവില്ല. നമുക്ക് ആരോടാണോ അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവരുടെയൊക്കെ ഉള്ളിൽ അന്തര്യാമിയായുള്ള പരമേശ്വരനെ കണ്ട് 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 അത് ഉത്തമ പ്രേമമായിട്ട് മാറും, ഉത്തമപ്രിയമായിട്ട് മാറും. അത് ഭഗവത് സ്വരൂപ ദർശനമായിട്ട് മാറും. ഇതാണ് ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിക്കുമ്പോൾ കൊടുക്കുന്നത് ഉപദേശം. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃച്ഛിന്തയന്തൗ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. നോക്കൂ, ഇത് മകനാണ്, മകളാണ്, അതൊക്കെ ചിന്തിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അതൊക്കെ നാച്ചുറലാണ്. ഭാര്യയാണ്, ഭർത്താവാണ്, ഇതൊക്കെ വിട്ട് കഴിഞ്ഞ് ചിന്തിക്കാൻ പാടില്ല. ഇതൊക്കെ ആളുകളുടെ കൺട്രോളുള്ള കാര്യമല്ല. അപ്പോൾ അതിരിക്കട്ടെ. പുത്രഭാവേന ചിന്തയന്തവും കൃതസ്നേഹവും, സ്നേഹം വരും, അറ്റാച്ച്മെൻ്റ് വരുന്നു. അതിൻ്റെ കൂടെ ബ്രഹ്മഭാവേന ചിന്തയന്തവും, ആരോടാണോ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവൻ്റെ സത്തയെ അറിയൂ. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയൂ. അത് പരമാത്മാവാണ്, ഭഗവാനാണ്, ആത്മാവാണ്, ഈശ്വരനാണെന്ന് വീണ്ടും 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 ചിന്തിക്കും തോറും ഒരിക്കൽ ചിന്തിച്ചാലൊന്നും വരില്ല. അതാണ് അസകൃച്ഛിന്തയന്തം എന്ന് പറഞ്ഞത്. സ്വാമി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അവരെ വേറെ വല്ല ഭൂതമെന്നോ വല്ലതൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് ഭഗവാൻ എന്നെങ്ങനെ ചിന്തിക്കുമെന്നാണ്. ശരി, ഭാഗവതത്തിൽ പറഞ്ഞു അഥമാം സർവേഷു ഭൂതേഷു, ഞാൻ എല്ലാ ഭൂതങ്ങളിലും ഭൂതാത്മാനം, ഭൂതാത്മാവായിട്ടിരിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഭൂതമെന്നല്ല, ഭൂതമെന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ എന്നാണ് അർത്ഥം. പഴയ ഭാഷയിൽ ഈ പ്രേതം പിശാചെന്നൊന്നുമല്ല, ഭൂതമെന്ന് വെച്ചാൽ ഭഗവാൻ എന്നാണ് അർത്ഥം. മഹദ്ഭൂതം, വലിയ ഭൂതം. വിഷ്ണോർഭൂതാനി എന്നാണ്. ശിവന് മാത്രമല്ല ഭൂതഗണങ്ങൾ. ഭാഗവതം പറയുന്നു വിഷ്ണോർഭൂതാനി, വിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങളാണെന്നാണ് ഭക്തന്മാരെ പലരും. ഭൂതത്ത് ആഴ്വാർ, ഭൂതത്താഴ്വാർ, പേയാഴ്വാർ, ഇതൊക്കെയാണ് ആദ്യത്തെ ഭക്തന്മാർ. ഒരു ഭൂതവും പേയും ഒക്കെ പോലെ, പിശാചും ഒക്കെ പോലെ ഇരിക്കാമെന്നാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഭഗവാനാണെന്ന് പ്രമാണം കൊണ്ട് സമ്മതിക്കുക. അവരോട് ഭക്തിയോ പ്രേമമോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ വെറുപ്പ് പോകും, ദ്വേഷം പോവും, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൻ്റെ അറ്റ്ലീസ്റ്റ് ബലം കുറയും. മുഴുവൻ പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഉപദ്രവം പോകുമെന്നാണ് ഭാഗവതം പറയുന്നത്.
ഉപദ്രവാഹ നശ്യന്തി. അപ്പോൾ അതാണ് ഭൂതേഷു ഭൂതേഷു വിചിത്യ ധീരാഹ. അങ്ങനെയാത്രേ എല്ലാത്തിനും ഫ്രീ ആവേണ്ടത്. സന്യാസം എന്ന് വെച്ചാൽ എന്താ? സന്യാസ യോഗം എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറയണു. ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. എങ്ങനെ സ്വതന്ത്രമാവും? പുറത്ത് നമ്മൾ നോക്കൂ, ഒരു വസ്തുവിനെയും നമ്മൾക്ക് വിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വസ്തുവോ വ്യക്തിയോ വിഷയമോ എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ വിടണോ? ഇപ്പം ഞാൻ മത്സ്യമാംസങ്ങൾ ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു, തൊട്ടിട്ടേ ഇല്ല, പിന്നെ എന്ത് ഉപേക്ഷിക്കാൻ? എനിക്ക് വേണ്ട, പിന്നെ എന്ത് ഉപേക്ഷിക്കും ഞാൻ? എനിക്ക് ഏതാണോ വേണ്ടാത്തത് അത് ഞാൻ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഏതാണോ എനിക്ക് വേണ്ടത് അത് ഞാൻ ഉപേക്ഷിച്ചാലും എൻ്റെ ഉള്ളിൽ നിൽക്കും. അപ്പോൾ റിനൗൺസിയേഷൻ അല്ല വേണ്ടത്, ഡിസയർലെസ്നെസ് ആണ്. When desire is gone, renunciation is natural. And keeping the desire you renounce, okay, that also is in a certain way it is good. ചില അഡിക്ഷൻസ് അതിനൊക്കെ റിനൗൺസിയേഷൻ നല്ലതാണ്. അതിന്ന് അകന്നിരിക്കുക. അപ്പോൾ കള്ളു കുടിക്കുന്ന ആൾ എനിക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ ഞാൻ വിട്ടോളാന്ന് നടക്കില്ല. അയാളെ പഴക്കിയെടുക്കണം അല്ലേ? അതൊക്കെ ചിലപ്പോൾ ഇന്ദ്രിയ തലത്തിലും മനോതലത്തിലുമൊക്കെ ത്യാഗത്തിനും പ്രാധാന്യമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഇങ്ങനെയാണ് നിയമമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പാരമാർത്ഥികമായിട്ട് ഉള്ളുകൊണ്ട് തന്നെ പലതുമൊക്കെ ആർക്കാണോ വേണ്ടാന്ന് തോന്നണത് അവർ സ്വതന്ത്രരാവും. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. തന്നിൽ താൻ മാത്രമായി തൃപ്തനാണ്, സന്തുഷ്ടനാണ്. അയാൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട. യഥാ സർവേ പ്രമുച്യന്തെ കാമായേസ്യ ഹൃദിശ്രിതാഃ അഥമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മ സമശ്നുതേ എന്നാണ്. ആരുടെ ഉള്ളിലുള്ള കാമനകളൊക്കെ പോയി പോകുന്നു, ഇവിടെ മർത്യൻ അമൃതനായിട്ട് തീരണു. അത്ര ബ്രഹ്മ സമശ്നുതേ എന്നാണ്. ഇവിടെ മരിച്ചൊന്നും പോണ്ട, ഇവിടെ തന്നെ അമർത്യനായിട്ട് തീരണു എന്ന് പറഞ്ഞു ശ്രുതി. നിങ്ങൾ ആത്മവിചാരവും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒന്നും വേണ്ട. ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അബ്സല്യൂട്ട് ഫ്രീഡം. ഓ, അതിപ്പോൾ എല്ലാവർക്കും പറ്റില്ല, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ വേണ്ട വയ്ക്കാൻ പറ്റുമോ? ഇടയിൽ ഒരാൾ ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. സന്യാസികൾക്ക് പറ്റും, ഗൃഹസ്ഥന്മാർക്ക് പറ്റുമോ? സന്യാസികൾക്കൊന്നും പറ്റില്ല. സന്യാസികളിപ്പോൾ ആഗ്രഹമില്ലാതെയാണോ ഇരിക്കുന്നത്? സന്യാസികൾക്കൊന്നും പറ്റില്ല. സന്യാസി ആയതുകൊണ്ടോ ഗൃഹസ്ഥനായതുകൊണ്ടോ ഒന്നുമല്ല, അവരവരിയ്ക്കുന്ന തലത്തിലാണ്. വേണ്ട, ഉള്ളിലൊന്നും നിർബന്ധമില്ലെങ്കിൽ, നിർബന്ധ ബുദ്ധി ഇല്ലെങ്കിൽ അയാൾ സന്യാസിയാണ്, അയാൾ പരമഹംസനാണ്. ആ സ്റ്റേജ് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞു, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊള്ളുക, പക്ഷേ സാധിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാത്തതാണ് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തത്. ലോകത്തിനോ മറ്റുള്ളവർക്കോ ഉപദ്രവം ഉണ്ടാവാത്ത ആഗ്രഹങ്ങൾ വെച്ചുകൊള്ളാം. ഗൃഹസ്ഥന്മാർക്ക് സംബന്ധിച്ചു വെച്ചുകൊള്ളാം. പക്ഷെ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതമേ തകരാറിലാവുമെന്ന് കരുതിയാൽ പോയി. അപ്പം സമാധാനം ഉണ്ടാവില്ല. അപ്പം നിർബന്ധം പിടിക്കരുത് എന്നാണ്. ഇങ്ങനെ മൃദുവാസനാഹ എന്ന് പറഞ്ഞു വാസിഷ്ഠം. മൃദുവാസനയാണ്, അതുകൊണ്ട് തന്നെ സമാധാനം ഉണ്ടാവുന്നതാണ്, ശാന്തി. അപ്പം ആട്ടെ, അപ്പം ഇതൊക്കെ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഏതോ ഒരു ആത്മവസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ, വെളിച്ചത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ശരീരം ലോകവ്യവഹാരം ചെയ്യുന്നതൊക്കെ ഏതോ ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ആ ചൈതന്യത്തിനെ അറിയുമ്പോൾ ഇത് തന്നെ അത് എന്നറിയുമ്പോൾ, ഇതൊരു മഹാവാക്യമാണെന്ന് വെച്ചോളാം. ഏതദ്വൈ തത്, ഇവിടെ എന്ത് കാണുന്നു, ഇതിനകത്ത് എന്തുണ്ടോ, ഇവിടെ ഞാൻ എന്ന് പറഞ്ഞ് ഏതൊരു അനുഭവമുണ്ടോ,
അത് തന്നെ സച്ചിദാനന്ദമായ വസ്തു, പൂർണ്ണമായ വസ്തു, ബ്രഹ്മം. ഇത് തന്നെയാണ് സർവദേവതകളുടെ ഉള്ളിലും ഉള്ളത്. ഇത് തന്നെയാണ് നിർവാണ സുഖസ്വരൂപമായി നിർവിശേഷമായ വസ്തുവായി അനുഭവിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് നീ അന്വേഷിക്കുന്ന സത്യം. ഏതദ്വൈ തത്. എല്ലാം ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനെ അറിയുമ്പോൾ ഇത് പൂർണ്ണമാണ്. ഇനിയും അതിനെ അറിയാൻ വീണ്ടും സൂചനകൾ തരാണ്. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭോ യേനാനുപശ്യതി മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. മഹാന്തം വിഭും ആത്മാനം മത്വാ ധീരഃ ന ശോചതി. നോക്കൂ, ശ്രുതിയുടെയും ലക്ഷ്യം എന്താണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ശോകനിവൃത്തിയാണ്. അതിനു വേണ്ടിയിട്ടാണ് യത്നിക്കുന്നത്. ആത്യന്തിക ശോകനിവൃത്തി. മറ്റൊരു വഴിക്കും ആ ശോകം നിവൃത്തിയാവണില്ലെന്ന് കണ്ടു. എളുപ്പവഴിയൊന്നുമില്ല, കണ്ടു. അപ്പോ ധീരനെ പറ്റുള്ളൂ എന്നാണിത്. നമുക്ക് ഈ ശോകനിവൃത്തി വേണമെന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി പരിപൂർണമായി ബാക്കിയുള്ളതൊക്കെ മാറ്റിവെച്ച് ഇതങ്ങോട്ട് സാധിച്ചിട്ടേ ഉള്ളൂ. അതാണ് ധീരത്വം. അക്ഷപ്രാബല്യേപി അഖിലാസ്വാദവഞ്ചയാ തിരസ്കൃത്യ അഖിലാക്ഷാണി തച്ചിന്തായാം പ്രവർത്തനം. പഞ്ചദശികാരൻ പറഞ്ഞു, ധീരത്വം എന്താണ്? അക്ഷപ്രാബല്യേ അപി. ഇന്ദ്രിയങ്ങളൊക്കെ നല്ല ബലമായിട്ടിരിക്കുമ്പോൾ, ബുദ്ധിക്ക് നല്ല തെളിച്ചമുള്ളപ്പോൾ, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണ വയസ്സിൽ അഖിലാസ്വാദവഞ്ചയ, അഖിലം പൂർണ്ണത്തിനെ അറിയാനും അനുഭവിക്കാനുമുള്ള ആഗ്രഹത്തിൻ്റെ ഫോഴ്സ്. എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം മനുഷ്യൻ. അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്യമിച്ച് പോകുമ്പോൾ ഒരു ഫോഴ്സാണ് പിടിച്ച് വലിക്കണത്. ആ ഫോഴ്സ് എന്താണ്? ഒന്നിൽ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഭയമായിരിക്കും, എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം. ഇപ്പോൾ പരീക്ഷിത്ത് രാജ്യമൊക്കെ ഇട്ടിട്ട് പോയി. എന്താ ഫോഴ്സ്? മരണം മുമ്പിൽ വന്നു. അതിൻ്റെ സീരിയസ്നെസ് മുമ്പിൽ കണ്ടു. ആൻഡ് സോ ദാറ്റ് എവറിത്തിങ് എൽസ് ഈസ് അട്ടർലി മീനിങ്ലെസ്. ഒരു ക്ഷണനേരത്തിൽ എന്ത് രാജ്യം, എന്ത് സാമ്രാജ്യം, ഇതിനു വേണ്ടിയിട്ടാണോ എൻ്റെ മുത്തശ്ശന്മാരൊക്കെ ആ പടുവിഡ്ഢികളുടെ അടുത്ത് പോയി ശണ്ട കൂടിയത് എന്ന് തോന്നി. ഇത്രയും രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി മരിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ബ്രാഹ്മണ കുട്ടി നാവ് പുറത്തിട്ടതും ഒക്കെ പോയി. പാമ്പ് കടിക്കുന്നു പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞതൊന്നുമല്ല, അത് നടക്കാൻ പോണ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. മൃത്യുവിന് ഒരു പേര്. എല്ലാം പോയി എന്നാണ്. രായഃകളത്ര പശവോ ഗൃഹാദയ മഹീഗൃഹ കുഞ്ചര കോശഭൂതയ സർവേ ക്ഷൈഷ്ണവ. ഒക്കെ അശാശ്വതമാണെന്ന് കണ്ടു. ഒരു ക്ഷണനേരത്തിൽ ഫോഴ്സാണത്. ആ ഭയം ഫോഴ്സാണ്. രമണ മഹർഷിക്ക് എന്താ കാരണം? ഭയം. പക്ഷേ ഭയം എന്നുള്ള ഫോഴ്സിനോടുകൂടെ തന്നെ വിവേകം നിൽക്കണം. അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ട് ഡിപ്രഷൻ വരും. വിവേകം അല്ലെങ്കിൽ, അതാണ് വിദ്യാരണ്യ സ്വാമി പറഞ്ഞത്, സത്സംഗത്തിലൊക്കെ കേട്ടു, എല്ലാം അറിഞ്ഞു, ഇപ്പോഴൊന്നും ചിലപ്പോൾ എഫക്റ്റീവ് ആവില്ല. പക്ഷെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ, അപ്പോൾ ഈ കേട്ടതൊക്കെ അങ്ങനെ വന്ന് നിൽക്കും മുമ്പിൽ. അപ്പോൾ അങ്ങനെയാണ് വലിയ വലിയ മഹാപുരുഷന്മാരൊക്കെ ഉണ്ടാവണത് അല്ലേ. ഇപ്പോൾ ഒന്നും അറിയില്ല മഹർഷിക്ക് എന്നൊക്കെ നമ്മൾ പറയണു. പക്ഷേ ആ മരണഭയം വന്നപ്പോൾ ഞാൻ ശരീരമല്ല എന്നും ഞാൻ ആത്മാവാണെന്നുള്ള ശബ്ദമൊക്കെ അവിടെ വന്നുവല്ലോ. എവിടെ തോന്നുന്നു? എവിടെയോ ശ്രവണജ്ഞാനമുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെയൊക്കെ പൂർവ്വജന്മത്തിൽ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും.
ഗീതയും മറ്റൊക്കെ തുറന്നു നോക്കുമ്പോൾ അങ്ങനെ അർത്ഥം പറഞ്ഞു എന്ന് വെച്ചാൽ എങ്ങനെയാ? പഠിച്ചിട്ടൊന്നുമില്ല, തുറന്നു നോക്കുമ്പോൾ ക്ലിയറാണ്, പറയണു, അത്ര തന്നെ. ഞാനൊക്കെ അങ്ങനെ തുടങ്ങിയതാണ്. 10, 12, 13 വയസ്സിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഭഗവാന്റെ സദ്ദർശനം പറയാനായിട്ടാണ് വിളിച്ചത്. ആദ്യമായിട്ട് പ്രഭാഷണം കഴിഞ്ഞത് പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല, കാരണം വിളിക്കുന്നറിയാം. എതിർച്ചയാ തുടങ്ങിയതാണ് ഭഗവാന്റെ ജയന്തി ദിവസം വിജ്ഞാനരമണി ആശ്രമത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പോയി സദ്ദർശനം പറയണമെന്ന് ഇരുന്നു, അറിയില്ല അന്ന്. സത്പത്യയാക്യം നു വിഹായ സന്തം ഹൃദ്ദേശ ചിന്താരഹിതോ ഹൃദാക്യഹം. ശ്ലോകം എങ്ങനെ വരും, അർത്ഥം എങ്ങനെ വരും, അതങ്ങ് പറയും. അല്ലാതെ ഇതൊക്കെ യുക്തി വിചാരം ചെയ്ത് പഠിച്ച് ഭാഷയെ നോക്കിയിട്ട് പറയേണ്ട വയസ്സൊന്നുമല്ല. അപ്പോൾ എവിടെയോ അത് ഉള്ളിലുണ്ട്, അത്രയേ ഉള്ളൂ. എവിടെയോ ഉള്ളിലുണ്ട്, നമ്മൾ പറയണം. ഏന രൂപം. അപ്പോൾ ആ വസ്തു നമുക്ക്, ഈ ശ്രവണത്തിൻ്റെ അറിവ് നമുക്കൊരു ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഭയം വരുമ്പോൾ, ശോകനിവൃത്തിക്ക് തോന്നുമ്പോൾ, അതൊക്കെ ഒരു ഫോഴ്സാണ്. അപ്പോൾ ബുദ്ധന് ഒന്നും അറിയാതെയാണോ നിർവ്വാണം എന്നൊരു പദം ഉണ്ടെന്ന് ഇങ്ങനെ വിശ്വസിച്ചു? വിശ്വാസം എവിടെ നിന്ന് വന്നു? നിർവ്വാണ പ്രാപ്തിയായില്ലല്ലോ, നിർവ്വാണമുണ്ട്, വിശ്വാസമല്ലേ? ആ വിശ്വാസം എവിടെ നിന്ന് വന്നു? വിശ്വാസ പരമോനാഥ എന്നാണ് ബുദ്ധൻ പറയണത് ധർമ്മപദത്തിൽ. വിശ്വാസം ഒരു നാഥനാണെന്നാണ്. എന്നുവെച്ചാൽ നല്ല കാര്യത്തിൽ വിശ്വാസം ഇല്ലേ? ചിലർക്ക് ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമേ പോയി പോകും. ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ശരിയാവില്ല, ഇതിങ്ങനെ തന്നെ, ഇനിയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അത് അപ്പോൾ തന്നെ എനർജി പോകും. അപ്പോൾ നോക്കൂ, അവിടെയൊക്കെ മനുഷ്യർ പറയും വിശ്വാസം വേണമെന്ന് പറയും. നമ്മൾ കോൺഫിഡൻസ്, ഫെയ്ത്ത്, അത് തന്നെയാണ് അധ്യാത്മത്തിലെ നിയമം. നിർവാണം, ആ പദം, ശാന്തി, ആനന്ദം, തൃപ്തി, ധൈര്യം, ഇതിലൊക്കെ വിശ്വാസമുണ്ട്. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഏഷധർമ്മ സനാതനഃ. അപ്പൊ ശോകം നിവർത്തിക്കുക. ആ തരതി ശോകമാത്മവിദിതി. ആത്മാവിനെ അറിയുന്നവൻ ശോകത്തിനെ തരണം ചെയ്യുന്നു എന്ന് ശ്രുതി പറഞ്ഞു. തരതി ശോകം ആത്മവിദ്. ഇവിടെ ശ്രുതി അത് പറഞ്ഞു. മഹാന്തം വിഭും ആത്മാനം മത്വാ. മഹത്തരമായ, പൂർണ്ണമായ, അനന്തമായ ആത്മസ്വരൂപത്തിനെ, സർവവ്യാപിയായ ആത്മസ്വരൂപത്തിനെ, വിഭു എന്ന് വെച്ചാൽ സർവവ്യാപിയായ ആത്മസ്വരൂപത്തിനെ എങ്ങനെ അറിഞ്ഞിട്ട്? പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാൽ മതിയോ? അവഗമ്യ ആത്മഭാവേന സാക്ഷാത് അഹമസ്മി പരമാത്മാ ഇതി മത്വാ. ഞാനാണ് പരമാത്മാവെന്ന് അറിഞ്ഞിട്ട്, അഹമസ്മി പരമാത്മാ ഇതി മത്വാ ധീരഃ ന ശോചതി. അതിനകത്ത് ഈ പരമാത്മാ ഞാനാണ് എന്നറിഞ്ഞിട്ട് അവൻ ശോകനിവൃത്തനാവുന്നു. എന്താണ്, എങ്ങനെയാണ് അറിയണത്? സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ ഏന അനുപശ്യതി. സ്വപ്നത്തിൽ ഏതൊന്ന് അറിയപ്പെടുന്നു അത് സ്വപ്നാന്തം. സ്വപ്നത്തിനെ ഏത് പ്രകാശിക്കുന്നു അത് സ്വപ്നാന്തം. കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണും. ഈ ബാഹ്യേന്ദ്രിയങ്ങളൊന്നുമില്ല. ഈ ജാഗ്രതത്തിലുള്ള ഞാൻ പോലും അല്ല ചിലപ്പോൾ സ്വപ്നത്തിൽ. ആളെ വേറെ, ആളെ വേറെ.
ജാഗ്രതത്തിൽ സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല, സ്വപ്നത്തിൽ ചിലപ്പോൾ പ്ലെയിൻ ഓടിക്കണ പോലെ സ്വപ്നങ്ങൾ. ആളെ വേറെയാണ് അല്ലേ ചിലപ്പോൾ. അപ്പോൾ അവിടെയുള്ള ആൾ വേറെ. ആ ആളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു വെളിച്ചമുണ്ട്. സ്വപ്നത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു വെളിച്ചമുണ്ട്, സ്വപ്നാന്തം. സ്വപ്നത്തിനെ പ്രചോദനം ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് ഉണ്ട്, അതാണ് സ്വപ്നാന്തം. ജാഗ്രതത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു വെളിച്ചമുണ്ട്, അത് ജാഗരിതാന്തം. അതും അത് തന്നെയാണ്. ഈ ജാഗ്രത അവസ്ഥയെ കാണുന്നു, മനസ്സിൽ ചിത്തവൃത്തികൾ ഉണ്ടാകുന്നു, ബുദ്ധിക്ക് സാക്ഷിയായിട്ടിരിക്കുന്നു, അത് ജാഗരിതാന്തം. സ്വപ്നമധ്യം ജാഗ്രന്മധ്യം ഉഭൗ യേന അനുപശ്യതി. രണ്ടും ആരാണോ സാക്ഷിയായിട്ടിരുന്ന് കാണുന്നതെന്ന് വെച്ചാൽ ജാഗ്രതത്തിലുള്ള ആൾ സ്വപ്നത്തിലില്ല. ജാഗ്രതത്തിൽ ശരീരമുണ്ട്, സ്വപ്നത്തിൽ ശരീരമില്ല, എങ്കിലും കാണുന്നു, അനുഭവിക്കണം. ഉഭൗ സ്വപ്നജാഗരിതാന്തൗ യേന ആത്മന അനുപശ്യതി ലോകഃ ഇതി സർവം പൂർവവത്. ജാഗ്രതും സ്വപ്നവും ഒരേപോലെ കരുതിക്കൊണ്ട് ജാഗരിതാന്തം എന്ന് പറയുമ്പോൾ തന്നെ സ്വപ്നവും അതിനകത്ത് ചേർന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്തുള്ളതിനൊക്കെ സാക്ഷിയായിട്ട് ഏതൊന്നിരിക്കുന്നു, അത് സ്വപ്നാന്തം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിനെ അന്തത്തിലുള്ള സുഷുപ്തി. ആ സുഷുപ്തിയിൽ സുഖസ്വരൂപമായിട്ട് സ്വപ്നം പോലും ഇല്ലാതെ ഇരിക്കുന്നത് ഏതൊന്നോ അത്. ജാഗ്രത് സ്വപ്നേ ആണ് അവസ്ഥകൾ. പക്ഷേ ഇതിനെയൊക്കെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കും സുഷുപ്തിക്ക് സാക്ഷിത്വമൊന്നുമില്ല ശരിക്കും. അതുകൊണ്ടാണ് സുഷുപ്തിയെ പറയാത്തത്. സുഷുപ്തിയെ കാണുന്നവൻ ഒരാളില്ല, സുഷുപ്തി തന്നെ ആത്മമാണ്. ആത്മൈവ സുപ്തിസ്ഥാനം എന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. ഈ സുപ്തിസ്ഥാനം ആത്മാവാണെന്നാണ്, അതൊരു സ്റ്റേറ്റ് അല്ല എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്. സ്വപ്നവും ജാഗ്രതവും അങ്ങനെയല്ല, അത് ഉദിച്ച് അസ്തമിക്കുന്ന കാര്യങ്ങളാണ്, പല പല നാനാത്വം കാണുന്ന അവസ്ഥകളാണ്. ഇതിനൊക്കെ പുറകിൽ ആ ശുദ്ധബോധസ്വഭാവ, പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവ സദസതിതമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേഃ. ഈ പരമാത്മാ ഞാൻ ഞാൻ എന്ന അനുഭവസ്വരൂപമായി ബുദ്ധിക്കും സാക്ഷിയായി അപരോക്ഷമായി പൂർണ്ണവസ്തുവായി നിർവികൽപ്പ ചൈതന്യമായിട്ട് പ്രകാശിക്കുന്നു. മഹാന്തം വിഭുമാത്മാനം. ഇത് ഞാൻ എന്ന് തോന്നുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ മഹാന്തം, അത് മഹത്തരമായിട്ടുള്ളതാണെന്ന് വെച്ചാൽ അനന്തമായിട്ടുള്ളതാണ്, പൂർണ്ണമാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഇവനും അവനുമൊന്നുമല്ല, ശൂന്യവുമല്ല. നാരായണ ഗുരു മനോഹരമായിട്ട് പറഞ്ഞു, അതും ഇതുമല്ല, അസദർത്ഥമല്ല. ചിലരൊക്കെ അത് പാടുമ്പോൾ സദർത്ഥമല്ല എന്ന് പാടുന്നു, നേരെ അബദ്ധമായിട്ട് തീരും. അതും ഇതുമല്ല, അസദർത്ഥമല്ല, ശൂന്യമല്ല. അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അവിടെ എന്തുണ്ടോ അത് ഓമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം.
പ്രണവജപത്തോടുകൂടെ അതിൽ പതുക്കെ പതുക്കെ സ്വസ്ഥമായിടണം, അതിൽ ദൃഢമാവണം എന്നാണ്. മത്വാധീരോന ശോചതി, ഈ ആത്മാവിനെ അറിയുന്നവനാണ് ധീരൻ. അയാൾക്ക് പിന്നെ ശോകം ഇല്ല. അയാൾ ശോകത്തിൽ നിന്നും നിവൃത്തനാവുന്നു, പൂർണ്ണനാവുന്നു, ശാന്തനാവുന്നു. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞവൻ ഒന്നിനെക്കുറിച്ചും ആലോചിച്ചു പിന്നെ വിഷമിക്കുന്നില്ല. ശോകം പോയതുകൊണ്ട് ന തതോ വിജുഗുപ്സത്തെ എന്നാണ് അടുത്ത മന്ത്രം. പിന്നീട് അയാൾ ആരെയും കണ്ട് ഭയപ്പെടുന്നില്ല, വെറുക്കുന്നില്ല എന്നൊരർത്ഥം ജുഗുപ്സ ശബ്ദത്തിന്. ന ഗോപായിതുമിച്ഛതി എന്നാണ്. തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അയ്യോ, അയാളിൽ നിന്ന് എന്നെ രക്ഷിക്കണം, ഇയാളിൽ നിന്ന് രക്ഷിക്കണം. എല്ലാവരും അതാണ്. ആരിൽ നിന്ന് ആരെ രക്ഷിക്കാൻ, ആരെ ഭയപ്പെടാൻ? എല്ലാവരും ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ ഇനി എനിക്ക് ആരും അന്യനേ ഇല്ല. ന ഗോപായിതുമിച്ഛതി. ഈ അർത്ഥം വളരെ വിശേഷമാണ്. കാരണം ഇതേ കാര്യം വേറെ സ്ഥലത്തൊക്കെ ഉപനിഷത്ത് ന തതോ വിജുഗുപ്സത എന്ന് പറയുമ്പോൾ ജുഗുപ്സാം ഘൃണാം ന കരോതി, ദ്വേഷം ന കരോതി, വെറുക്കുന്നില്ല എന്നാണ് അർത്ഥം പറഞ്ഞത്. അതേ കാര്യം ഇവിടെ മന്ത്രത്തിൽ, ആ മന്ത്രം ഞാൻ മുഴുവൻ ഇപ്പോൾ എടുത്തില്ല, അതിപ്പോൾ സമയം കഴിഞ്ഞു, അതുകൊണ്ട് എടുത്തില്ല. പക്ഷെ ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ജുഗുപ്സയില്ല, വിജുഗുപ്സയില്ല എന്ന് പറയുമ്പോൾ വെറുപ്പില്ല എന്ന് മാത്രമല്ല, തന്നെ രക്ഷിക്കാനുള്ള ഈ ശ്രമവും പോയി പോകും. ഞാൻ രക്ഷപ്പെടണം, അവരിന്ന് രക്ഷപ്പെടണം, ഇവരിന്ന് രക്ഷപ്പെടണം, അല്ലേ? എല്ലാവരെയും അമേരിക്കൻ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ ആളെ പേടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ പേടി, ഭർത്താവിന് ഭാര്യയെ പേടി. അവനവനെ തന്നെ പേടിയാണ്, ഉറപ്പില്ല ഒന്നിനും. ആരെയാ അപ്പം കല്യാണം കഴിക്കേണ്ടതെന്നേ അവർക്ക് നിശ്ചയില്ല. ആണ് ആണ്, പെണ്ണ് പെണ്ണ്. സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. ഈഫൽ ടവറിനെ കല്യാണം കഴിച്ചവരാണ്. നോക്കിക്കോളൂ, ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണപ്പോൾ. ഈയിടെ ഒരു ഡോക്ടർ പറഞ്ഞു, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വെറ്റിനറി ഡോക്ടറാണ് അമേരിക്കയിൽ. ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് വയറുവേദനിക്കണമെന്ന് പറഞ്ഞു വന്നു. അത്രേ ഡോക്ടർ പറഞ്ഞു ഞാൻ മൃഗങ്ങളെ നോക്കാറുള്ളൂ. അയാൾ പറഞ്ഞു ഞാൻ നായാണെന്നാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നണം. ചികിത്സയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുത്തു. സ്വാതന്ത്ര്യം. ജഡ്ജിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, ഇതും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടത്? വ്യക്തി സ്വാതന്ത്ര്യം. ഇവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ ചെയർ ഏതാണ് നമ്മളേതാണെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടാവും ഇവിടെ വന്നിട്ട്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയല്ല, നടക്കണ കാര്യമാണ്. നോക്കിക്കോളൂ. ഓടിപ്പടഞ്ഞ് പോണത് അവിടേക്കാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ വഴിതിരിങ്ങയാണ് വെണ്ടയ്ക്കാണെന്നൊക്കെ പറയും. എല്ലാവരെയും ഭയമാണ്, എല്ലാത്തിനും പേടിയാണ്. അതാണ് അതിൻ്റെ മറ്റൊരു സൈഡ്. എല്ലാവരെയും പേടിയാണ്. ആരും അന്യമല്ല. സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ മനുഷ്യന് കഴിയണം, അല്ലേ? പേടി. നമ്മുടെ നാട്ടിലും അത് വന്നു കഴിഞ്ഞു. സന്യാസികളൊക്കെ മുമ്പ് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും അമ്പലത്തിൽ കിടക്കും, ഏതെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ പോയ വീട്ടിൽ തിണ്ണയിൽ കിടക്കാം. ഇപ്പോൾ പറ്റുമോ? ഒരു തിണ്ണയിൽ കിടക്കാൻ പറ്റില്ല, അമ്പലങ്ങളിൽ കിടക്കാൻ പറ്റില്ല, ആശ്രമങ്ങളിൽ കിടക്കാൻ പറ്റില്ല. ഇവിടെ തിരുവണ്ണാമലയിൽ ഒരാൾ, മലയാളിയാണ്, അദ്ദേഹം സഞ്ചരിച്ചു. പദയാത്ര. ഒന്നുമില്ല കയ്യിൽ, ഒരു തുണ്ട് മാത്രം, മാറ്റാനൊരു വസ്ത്രം, ഫോണില്ല, പണമില്ല, ഒന്നുമില്ല. ഭിക്ഷയെടുത്ത് പോയി, ബദ്രി വരെ പോയി. 1.5 വർഷം നടന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ആശ്രമത്തിൽ കിടക്കാൻ പറ്റില്ല. ആശ്രമങ്ങളിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങളെന്തെങ്കിലും കാർഡ് അത് ഇത് ഇൻഫ്ലുവൻസൊക്കെ ഇല്ലെങ്കിൽ ഉള്ളിൽ വിടില്ല.
പിന്നെ അമ്പലങ്ങളിലും കിടക്കാൻ പറ്റില്ല. അമ്പലങ്ങളൊക്കെ പൊട്ടിക്കളയും, തല്ലി ഓടിക്കും. പിന്നെ കിടക്കുന്നത് പെട്രോൾ ബങ്കോ എന്തെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പ്, ചിലപ്പോൾ മനുഷ്യരിൽ കാണാൻ നമുക്ക് ചെറിയ പെട്ടിക്കടകൾ. അദ്ദേഹം പറഞ്ഞു ആശ്ചര്യമായിട്ട്, ഒരു പെട്ടിക്കടക്കാരൻ, അയാളുടെ കയ്യിൽ അതേ ഉള്ളു പാവം. അയാൾ പറഞ്ഞു, സ്വാമി നിങ്ങൾ ഇതിനകത്ത് കിടന്നോളൂ, രാവിലെ ഞാൻ വരുമ്പോൾ നിങ്ങൾ പോയിക്കോളൂ. മുഴുവൻ കൊടുത്തിട്ട് പോവാം. അപ്പം ഹൃദയം ഉണ്ടെങ്കിൽ ഉണ്ട്. അതാണ് ഇതിനൊക്കെ വേണ്ടിയാണ് ഈ പാരിവൃജ്യം. നമ്മളൊന്ന് പേടിക്കുന്ന ഈ ലോകത്തിനെ ഒന്ന് അടുത്തറിഞ്ഞാൽ പേടിക്കില്ല. പേടിക്കണത് എന്താണെന്ന് വെച്ചാൽ അറിയായ്മ കൊണ്ടാണ്. അതും വിശ്വാത്മാവായി നമ്മളുടെ മുമ്പിൽ കാണുന്നതും വിഷ്ണുവാണെന്ന് അറിയുമ്പോൾ ഭയപ്പെടില്ല. ത്വയി മയി സർവത്ര ഏകോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയി അസഹിഷ്ണു. കൂടുതൽ കൂടുതൽ പരിചയപ്പെടും തോറും നമുക്കറിയാം, അയ്യേ നമ്മൾ വെറുതെ ഭയപ്പെട്ടതാണ്. എവിടെ പോയാലും ഒറ്റ ആളേ ഉള്ളൂ. ഇങ്ങോട്ട് പോയി നോക്കിയാലും ഒരാളേ ഉള്ളൂ. ഇവരാണോ എന്നൊക്കെ കുറേ ഉണ്ട് ഉള്ളിലേ. അതാണ് ശൂത് എന്ന് പറഞ്ഞത് ഭഗവാൻ അക്ഷരമണമാലയിൽ നമ്മൾ വൈകുന്നേരം കണ്ടുവല്ലോ. ശൂതേ ഇത് അരുണാചലൻ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ, വേണ്ട വിധത്തിലുള്ള അറിവ് വരുമ്പോൾ, ന വിജുഗുപ്സതേ, ഭയമൊന്നുമില്ല, പേടിയൊന്നുമില്ല. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ താത്പര്യം. ഈ മന്ത്രതാത്പര്യത്തിനെ സാക്ഷാത്തായിട്ട് അറിയുന്നതാണ് ഏറ്റവും ഉയർന്ന മുക്തിസ്ഥിതി. അല്പമെങ്കിലുമൊക്കെ അറിഞ്ഞാൽ തന്നെ നല്ല ധൈര്യം വരും. ഈ ഉപനിഷത്ത് യജ്ഞം ശ്രവണം ചെയ്യാനും മനനം ചെയ്യാനും ഒക്കെ നമുക്കൊരു മഹാഭാഗ്യം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി വളരെയധികം പ്രിയത്തോടുകൂടെ, ഹൃദയത്തോടുകൂടെ ഈ പ്രാവശ്യം അപർണ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരും അത്ര പ്രിയമായി തുടങ്ങിയ ഒരു സംരംഭമാണ്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, വളരെ വളരെ ഹൃദയത്തോടെ പ്രിയത്തോടുകൂടെ ഓരോരുത്തരോടും അന്വേഷിച്ച് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തും ഒക്കെ ഈ ഒരു സത്സംഗം നടത്തിക്കൊണ്ടുപോയത് വളരെ വളരെ ശ്ലാഘനീയമാണ്, അനുഗ്രഹണീയമാണ്. നിങ്ങളും ധാരാളം പേര് വന്ന് ശ്രവണം ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതിനകത്ത്. സ്വസ്ഥമായിട്ട് കേൾക്കാനുള്ളൊരു വലിയ ഹാളും. ഇത് തുടർന്നു വരുന്ന വർഷങ്ങളിലും മംഗളമായിട്ട് നടക്കട്ടെ. ഇവിടെ ഒരു ഭാഗവത സപ്താഹം നടത്തണം എന്നൊക്കെ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് ഏത് വിധത്തിൽ നടക്കും? എല്ലാ സൗകര്യം ഉണ്ടല്ലോ, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത് നടക്കും. അടുത്ത വർഷം നടക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാനിങ്ങനെ സപ്താഹം ചെയ്യണതൊക്കെ നിന്നുപോയി. അതൊന്നും നമ്മളുടെ ആശ്രമത്തിനും ഇതുമായിട്ട് ഒരുപാട് നടക്കില്ല. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വന്നിരുന്ന് അതാത് സന്ദർഭത്തിൽ സത്സംഗത്തിൽ പ്രഭാഷണം ചെയ്യാം. ഇതേ സന്ദർഭത്തിലാവുമ്പോൾ കൂടെ നിൽക്കാനും പറ്റുമായിരിക്കും. ഇതാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇവിടെ ഈ ഒരു സത്സംഗ വൈഭവം നടന്നു. എല്ലാവർക്കും ഭഗവാൻ ശാന്തിയും ജീവിതത്തിൽ ഈ അറിവിൻ്റെ ബലവും വീര്യവും നൽകട്ടെ. എന്തൊരു സംസ്കാരം! 100 വർഷം മുമ്പ് നടന്നതാണ് സപ്താഹം. 100 വർഷത്തെ പരമ്പരയാണ്. 100ാമത്തെ വർഷമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 1926 തുടങ്ങിയതാണ്. അപ്പോൾ 100 വർഷം. ഈ 100ാം വർഷം എന്ന് പറയുന്നത് വലിയൊരു വിഷയം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.